ഹായ്, ഗുഡ് ഈവനിങ്. ഒരു ഹായ് പറഞ്ഞടുത്ത്. യെസ്, നമ്മളിങ്ങനെ ഒരു ദൂരയാത്ര കഴിഞ്ഞിട്ടുള്ള വരവാണ്. ഇപ്പോൾ യാത്രക്കിടെ നമ്മളിങ്ങനെ പൊതുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യായിരുന്നു. പ്രമുഖ നടി പീഡിപ്പിക്കപ്പെട്ടതിൽ നമ്മുടെ പ്രമുഖ നടന്റെ പങ്ക്, ജുനൈദ് വധം, GST, അതൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം സംസാരിച്ച് നമ്മുടെ ഇങ്ങനെ ചോര ഇങ്ങനെ തിളച്ച് കലിപ്പ് മാറുന്നില്ല. അപ്പോൾ ആ വിഷയത്തെ പറ്റിയിട്ട് ഒരു പ്രതികരണം നമുക്ക് ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് എത്ര വന്നപ്പോൾ അങ്ങനെ വന്നതാണ് ലൈവ്. വിഷയം മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു പുല്ലൻ, ഒരു ചാണക സംഘി, കാക്കിക്കളസട്ട ഒരു എന്താ പറയാ, ഒരു വയസ്സൻ. അയാളെ കോലം കണ്ടാൽ തന്നെ അറിയാം മകളുടെ മകളിനെയൊക്കെ കെട്ടിക്കാനൊക്കെ പ്രായമായിട്ടുണ്ടാവണം. അപ്പൊ ആ വിദ്വാൻ പറഞ്ഞിരിക്കുകയാണ്, വി ഹാവ് ടു റേപ്പ് ഓൾ ദ മുസ്ലിം ഗേൾസ് ആൻഡ് ഗിവ് ദം ബേബീസ്. ഫേസ്ബുക്കിൽ പോസ്റ്റോ കമന്റോ അങ്ങനെ ഇട്ടാണ്. എല്ലാ മുസ്ലിം സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് അവർക്കൊക്കെ കുട്ടികളെ കൊടുക്കണം എന്നാണ് അവന് ഫേസ്ബുക്കിൽ പറഞ്ഞത്. അപ്പോ രാമകൃഷ്ണപിള്ള എന്നോട് പറയാനുള്ളത്, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് വന്നത്. നിന്റെ ശാഖയില് ഇതുപോലത്തെ തോന്നിയാസങ്ങളൊക്കെ രഹസ്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. അത് നിന്നെപ്പോലത്തെ മണ്ടന്മാര് ബുദ്ധിയില്ലാത്ത കാരണം ഇങ്ങനെ പരസ്യമാക്കുന്നു, അങ്ങനെ നമ്മളത് അറിയുന്നു. എന്നിരുന്നാൽ എന്നോട് പറയാനുള്ളത്, ഇതുപോലത്തെ തോന്നിവാസങ്ങൾ ശാഖയിൽ നിന്ന് പഠിച്ച് വന്നിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുവാണെങ്കിൽ കൊന്നുകളയുന്നൊന്നും പറയുന്നല്ല, ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അരിഞ്ഞു കളയും. ഓക്കെ, അത് മുസ്ലിങ്ങൾ മാത്രമായിരിക്കില്ല, മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ എല്ലാവരും കൂട്ടായിട്ട് തന്നെ ഉണ്ടാവും. മാത്രമല്ല അതിന് ഞങ്ങളിപ്പോ ആണുങ്ങളൊന്നും വേണ്ട, പെണ്ണുങ്ങൾ തന്നെ മതി. സാമിന്റെ പേര് അരിഞ്ഞു കളഞ്ഞില്ല പെൺകുട്ടി. ഇപ്പൊ എന്താ പറയാ, വിശറിയും വീശി ആകാശം നോക്കിയിരിക്കുന്നുണ്ടാവും. അതേ അവസ്ഥയിലാക്കി തരും. പിന്നെ ഇത്രയും വയസ്സായിട്ടും എന്റെ കടി മാറിയിട്ടില്ലെങ്കിൽ, വീട്ടിലെ പമ്പർ നോട്ടിക്ക് എനിക്ക് ആവശ്യമുള്ളതൊന്നും തരാൻ പറ്റുന്നില്ലെങ്കിൽ, അത് മുസ്ലിം സ്ത്രീകളുടെ മേഘത്ത്, അവരുടെ മേത്തല്ല തീർക്കേണ്ടത്. ഓക്കെ, അതിന് ബാംഗ്ലൂരും ബോംബെയിലൊക്കെ അതിന് കണ്ടമാനം ആൾക്കാർ കിട്ടും. പക്ഷെ അവരൊക്കെ ഇതുപോലെ കുട്ടികളെ സ്വീകരിക്കുന്നുള്ള കാര്യം അവരോടൊക്കെ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് മോനിപ്പോ അങ്ങോട്ടേക്ക് വണ്ടി കയറിക്കോ, മുസ്ലിം സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാക്കാൻ നോക്കണ്ട. പിന്നെ സ്വന്തം ഭാര്യയ്ക്ക് പോലും കുട്ടികളുണ്ടാകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ നീങ്ങും. അല്ലെങ്കിൽ തന്നെ പ്രായം കണ്ടില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇനി എവിടെ കുട്ടികളുണ്ടാവാനാ ഭായി. കാറ്റാ വരുന്നത്. അപ്പൊ ശരി ട്ടാ.